നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വാർത്താ ചാനലുകളിൽ ഒരു ന്യൂസ് അന്യഗ്രഹ ജീവികളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അന്യഗ്രഹ ജീവികൾ മനുഷ്യനെ പോലെ മനുഷ്യൻ്റെ രൂപത്തിലും മനുഷ്യൻ്റെ സാദൃശ്യത്തിലും മനുഷ്യൻ ജീവിക്കുന്നത് പോലെ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് തോന്നിയത്. പിന്നെ ഞാൻ ചിന്തിച്ചു, ലിജോയുടെ ചുരുളി എന്ന സിനിമയ്ക്കകത്ത് ഏകദേശം ഇതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഞാനീ പറഞ്ഞത് എന്തിനാണ് എന്ന് വെച്ചാൽ, ഇന്ന് ഞാനൊരു ചിത്രം കണ്ടു. ചിത്രത്തിൻ്റെ പേര് ഗോളം. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ടെക്കീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. അവരുടെ ബോസ് അവരുടെ ഓഫീസിൽ കൊല്ലപ്പെടുന്നു. അതുമായിട്ട് മുന്നോട്ട് പോകുന്ന പോലീസ് അന്വേഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്നതും തുടർന്നുള്ള കാര്യങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം. ഒരു മിനിറ്റ് പോലും നമ്മളെ ബോറടിപ്പിക്കാതെ വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്ന ചിത്രമാണ് ഗോളം. ഈ ചിത്രത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു മിസ്റ്ററി ഉണ്ട്. കാണുന്ന നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും ഇതൊരു ക്രൈം ത്രില്ലറായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ചിത്രത്തിൻ്റെ അവസാനത്തേക്ക് എത്തിയപ്പോൾ ഒരുപാട് സംശയങ്ങൾ ബാക്കി വന്നത്. ഇതിലെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സിനിമയുടെ ഇൻ്റർവൽ പഞ്ചാണ്. ഇൻ്റർവൽ പഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഹൊറർ മൂഡിലേക്ക് പടം പോവുകയാണ്. ഈ ഹൊറർ മൂഡിൽ പടം പോയി, പക്ഷേ വീണ്ടും സെക്കൻഡ് ഹാഫിന് ശേഷം സിനിമ കണ്ടിന്യൂ ചെയ്തു, ക്ലൈമാക്സ് എത്തി. അൺയൂഷ്വലായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അവിടെയും ഈ പറയുന്ന ഇൻ്റർവെല്ലിന് ഇവരെ ട്രീറ്റ് ചെയ്തൊരു രീതിക്ക് എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ഫീൽ ചെയ്തു. ഇനി സിനിമ മുഴുവൻ തീർന്നതിന് ശേഷം ഈ സിനിമയിൽ അവശേഷിച്ച കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി സിനിമയ്ക്കകത്ത് കിട്ടിയില്ല. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്ന അനുമാനത്തിലാണ് സിനിമ നിർത്തിയത്. അവിടെയാണ് എനിക്കൊരു സംശയം തോന്നിയത്. എന്താണ് ഗോളം? ഗോളം എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊന്നും കൂടിയും പരിശോധിക്കാനായി എന്താണ് ഗോളം എന്ന് വെറുതെ ഗൂഗിളിലൊന്ന് തപ്പി. അപ്പോൾ കിട്ടിയ ഉത്തരം ശരിക്കും എന്നെ ഞെട്ടിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമ ഒരു സാധാരണ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയല്ല. അതിനുപരി ഈ സിനിമയ്ക്കകത്ത് ചില കാര്യങ്ങളുണ്ട്. ദാറ്റ് മീൻസ് സംഭവം ഇറുക്ക്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഗോളം എന്ന ചിത്രം കാണണം. തിയേറ്ററിൽ തീരെ ആൾക്കാർ കുറവാണ്, പക്ഷേ ഈ സിനിമ ഇതിലും കൂടുതൽ റെസ്പോൺസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. മസ്റ്റ് വാച്ച് മൂവി.